കേസുകളെല്ലാം തീർന്നുവെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജോർജ് കുട്ടിയുടെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായിട്ട് വീണ്ടും പ്രഭാകർ ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷേ ഇത്തവണ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട്, ഇത്തവണ കുറച്ച് ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. അതിൽ നിന്നും മറികടക്കാൻ ജോർജ് കുട്ടിക്ക് കഴിയുമോ എന്നുള്ളതാണ് ദൃശ്യം 3 സംസാരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായി മിറാഷും വലതുവശത്തെ കള്ളനൊന്നും പ്രേക്ഷകർ വലിയ രീതിയിൽ സ്വീകരിക്കാൻ പോയതിന്റെ എല്ലാ രീതിയിലും പലിശ സഹിതം ജീത്തു ജോസഫ് സ്ക്രീൻ പ്ലേയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജോർജ് കുട്ടിയുടെ ഇമോഷൻസ് ആണ് ഈ സിനിമ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു ഇമോഷണൽ റൈഡായിട്ട് മാത്രമായിട്ട് കരഞ്ഞ് ബഹളം വിളിച്ചൊരു സീരിയൽ ലെവൽ സംഭവം ഒന്നുമല്ല ഇതിനകത്ത് ഫണ്ണുണ്ട്, നല്ല രീതിയിലുള്ള ഹ്യൂമേഴ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ ആദ്യത്തെ പകുതിയിൽ ഒരു ആദ്യത്തെ മണിക്കൂർ വരെ ആ ഹ്യൂമർ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലും ചെറിയ ചെറിയ ഇമോഷൻസിലെ ഹ്യൂമർ വർക്ക് ആയിട്ടുണ്ട്. മ്യൂസിക് അനിൽ ജോൺസൺ ചെയ്തേക്കുന്നിടത്ത് എനിക്ക് വളരെ സന്തോഷം തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ലെയർ ആയിരുന്നു ഒരു ഹ്യൂമർ ലെയർ. അത് ദൃശ്യം 3 അവിടെ ഇവിടെയുമായിട്ട് ഒരു ഫാമിലി ഓറിയന്റഡിലേക്ക് വന്നപ്പോഴേക്കും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ്. സെക്കൻഡ് ഓബ്വിയസ്ലി ഇതിന് ട്വിസ്റ്റ് ക്ലൈമാക്സും കാര്യങ്ങളും തന്നെയാണ്. ജിത്തു ജോസഫ് പറഞ്ഞ പോലെ ഒരു ക്ലൈമാക്സിൽ നിന്നും പിടിച്ച് അങ്ങോട്ടേക്ക് സ്ക്രീൻ പ്ലേ പോയത് എവിഡന്റ് ആയിരുന്നു. ആൻഡ് ആ ക്ലൈമാക്സ് ഫോഴ്സ്ഡും അല്ലായിരുന്നു. അതായത് എന്തായിരുന്നു ആ പടത്തിന് ആവശ്യം ആ രീതിയിൽ കിളി പറക്കുന്ന ഒരു സാധനം തന്നെ അവർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓബ്വിയസ്ലി ഇതിന് പിന്നിൽ വേറൊരു കണക്ഷൻസ് ഉണ്ടാകും. ദൃശ്യം 1 നിന്നും 2 നിന്നും ഒക്കെ കമ്പാരിസൺ വരും. ഐ റിക്വസ്റ്റ് അങ്ങനെ ഒരു കമ്പാരിസൺസ് ഒന്നും വരാതിരിക്കുകയാണെങ്കിൽ നല്ലത്. ദൃശ്യം 3 ആസ് എ ഫിലിം മാത്രമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് ട്രീറ്റ് ആയിട്ട് തന്നെ വിളിക്കേണ്ടി വരും. കാരണം ഈ സിനിമയ്ക്ക് ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ആ ബെഞ്ച് മാർക്കിൽ നിന്നും 1 ഇഞ്ച് പോലും താഴെ പോവാതെ ദൃശ്യം 3 അതിന്റെ മേക്കേഴ്സ് എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റിംഗ് ഫാക്ടറാണ്. 2 കഥയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ട്വിസ്റ്റുകൾ, ചെക്ക് പോയിന്റ്സുകൾ, ആ ചെക്ക് പോയിന്റ്സുകൾ ഓരോരുത്തും മാർക്ക് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളത് പറയേണ്ടി വരുന്നു. ലാഗ് എന്ന് പറയുന്നൊരു പരിപാടി ഫീലേ ചെയ്യാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഈ കുടുംബവുമായിട്ട് കഴിഞ്ഞ 2 സിനിമകളിലും ഭയങ്കര അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്താലും നമ്മൾ അതിൽ ഹുക്കപ്പ് ആവും. ആ ഹുക്കപ്പ് ആവുന്ന ഇമോഷൻസ് മുഴുവനായിട്ടും ഈ സിനിമയിലകത്ത് പ്ലേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട എക്സൈറ്റിംഗ് ഫാക്ടർ ആയിട്ടും തോന്നിപ്പോയി. ഇന്റർവെൽ സമയത്തും അതിന് മുന്നേ ഒക്കെ ആയിട്ട് തന്നെ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നോ സ്പോയിലേഴ്സ് മിണ്ടരുത്. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമായിട്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ക്ലിപ്സ് വരുന്നുണ്ടെങ്കിൽ ദയവേത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കാരണം ദൃശ്യം പോലൊരു സിനിമയ്ക്ക് ഫ്രാഞ്ചൈസിന് ട്വിസ്റ്റുകൾ, സസ്പെൻസുകൾ നിറഞ്ഞതായിരിക്കും. അത് ഇന്റർനെറ്റിൽ കാണപ്പെടുകയാണെങ്കിൽ ദയവേത് കാണാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് വീണ്ടും ആവർത്തിക്കുന്നു. ഒരു റിവ്യൂവിൽ ഇത് പറയുന്നതിൽ വീണ്ടും വിഷമമുണ്ട്. കാരണം പല സിനിമകളുടെയും തിയേറ്റർ ക്ലിപ്പിങ്ങുകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഉണ്ടാവാതിരിക്കട്ടെ. ആളുകൾ പതുക്കെ ആയിരിക്കും സിനിമയ്ക്ക് വരുന്നത്. ഫാമിലി ഓഡിയൻസ് ഒക്കെ വീക്കെൻഡ്സിലേ വരുള്ളൂ. അവരുടെ രസം കൊല്ലിയായി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലെ ആളുകൾ ദയവ് ചെയ്ത് ശ്രദ്ധ പുലർത്തുക. നിങ്ങൾ സിനിമ കണ്ടു, ആസ്വദിച്ചു, തിരിച്ച് വീട്ടിൽ പോവുക, അഭിപ്രായങ്ങൾ പറയുക എന്നതിനേക്കാൾ ഉപരി ദയവ് ചെയ്ത് ഷൂട്ട് ചെയ്ത് പുറത്തു വിടാതിരിക്കുക എന്നതും കൂടി പറയേണ്ടി വരുന്നു. ജോർജ് കുട്ടിക്ക് ഇപ്പോഴും അയാളുടെ ബ്രില്യൻസിൽ ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അയാൾക്ക് എങ്ങനെയാണോ മുമ്പ് ഉണ്ടായിരുന്ന ബ്രില്യൻസുകൾ അതേപോലെ തന്നെ അയാൾ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. റിഫ്ലെക്സ് ആക്ഷൻ, ക്രൈസിസ് മാനേജറായ ജോർജ് കുട്ടി എല്ലാം കൃത്യമായിട്ട് പ്ലേസ് ഉണ്ട്. ഇതിന്റെ സ്ക്രീൻ പ്ലേ എന്നെ തുടക്കത്തിൽ ഒരു വേൾഡ് അവർ ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ വേൾഡ് ബിൽഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മുഴുവൻ എങ്ങനെയാണോ ഈ സിനിമയ്ക്ക് പിന്നീട് ആവശ്യം വരിക, എന്നാൽ അത് ഫോഴ്സ്ഡ് ആവരുത്. ആ രീതിയിൽ തന്നെ ഒരു 2 മണിക്കൂർ 39 മിനിറ്റ് ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ക്രീൻ പ്ലേ തന്നെയാണ് ഈ സിനിമയുടെ നട്ടല്. ദൃശ്യത്തിന് എപ്പോഴും നട്ടല് അത് തന്നെയാണ്. പക്ഷേ ഞാൻ ദൃശ്യം 2 ആയിട്ടോ 1 ആയിട്ടോ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു തേർഡ് പാർട്ട് എന്ന രീതിയിൽ, ഫ്രാഞ്ചൈസ് എന്ന രീതിയിൽ അവർ കൃത്യമായി ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സിന് എല്ലാവർക്കും ഒരു ആർക്ക് അവർ കൊടുത്തിട്ടുണ്ട്. വൈ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്നു, ഹൗ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്നു സംബന്ധിച്ച് കൃത്യമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന രീതിയിലേക്കും സിനിമ മാറിയിട്ടുണ്ട് എന്നത് വളരെ പോസിറ്റീവായിട്ടൊരു ഫാക്ടറായിട്ട് നിൽക്കുകയാണ്. ആകെ എടുത്ത് പറയാനുണ്ടെങ്കിൽ വേൾഡ് ബിൽഡിംഗ് കഴിഞ്ഞിട്ടും കുറച്ചൊരു എഴുച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ജിത്തു ജോസഫ് തന്നെ പറഞ്ഞൊരു കാര്യം, ലാഗ് മനഃപൂർവ്വമായി ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ ലാഗ് മനഃപൂർവ്വമായി ഇട്ടത് നമുക്ക് ഇതിനകത്ത് കാണാനുമുണ്ട്. സോ ദൃശ്യം ഫാൻ എന്നുള്ള രീതിയിൽ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരാത്ത ഒരു രീതിയിൽ ജിത്തു ജോസഫും മോഹൻലാലും സിനിമ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.